ഹലോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്പ്രിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ചെയ്തായിരുന്നു. പിന്നെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തല്ലേ. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ഇതൊരു ആക്ച്വലി ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ജസ്റ്റ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്ന് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. ഈ സ്പൈറൽ സ്പ്രിംഗ് ഹാങ് അപ്പ് അറ്റ് വൺ എൻഡ് ആൻഡ് ക്യാരിങ് എ മാസ് ഓഫ് 7 kg at the other end is made to vibrate. സാധാരണ പോലെ തന്നെ ഒരു പ്രോബ്ലം ആണ്. ഒരു എൻഡിൽ ഇങ്ങനെ സ്പ്രിംഗ് കണക്ട് ചെയ്തേക്കുവാണ്, മറ്റു എൻഡിൽ ഒരു മാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. ഓക്കെ. ഫൈൻഡ് ദ പീരീഡ് ഓഫ് ഓക്സിലേഷൻ ഇഫ് ദ സ്പ്രിംഗ് ഇസ് ഫൗണ്ട് ടു എക്സ്റ്റെൻഡ് 10 mm ഫോർ ഈച്ച് 0.5 kg ഓഫ് മാസ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പീരീഡ് ഓഫ് ഓക്സിലേഷൻ ആണ്. ടൈം പീരീഡ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ചിലപ്പോൾ നമ്മളോട് പറയും ഒരു 5 kg മാസിന് ഒരു 10 mm എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുവാണെങ്കിൽ അത് നമുക്ക് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ ആണ്. സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ എൻഡിലേക്ക് നമ്മളൊരു മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യും. ആ സ്പ്രിങ് കുറച്ച് വലിഞ്ഞിട്ട് അത് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ ടോട്ടൽ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാനായിട്ട്, അതായത് അതിൻ്റെ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആണ് തന്നിരിക്കുന്നത്. അതായത് 0.5 മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്? 10 mm ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ആ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ 7 kg. 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ 0.5ന് 10 mm അല്ലെങ്കിൽ 0.01 മീറ്റേഴ്സ് ആണ്. ഇത് മീറ്റേഴ്സ് ആട്ടോ. 0.01 മീറ്റേഴ്സ് ആണ് ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 7 kg ഉണ്ടെങ്കിൽ എത്ര ഡിഫ്ലക്ഷൻ, ടോട്ടൽ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 0.5ന് 0.01 ആണല്ലോ. അപ്പം നിങ്ങൾ ചെയ്യുക, ക്ലൂ തന്നിട്ടുള്ള ക്ലൂ ഇടുക. ദാറ്റ് 0.01 ഡിവൈഡ് ബൈ എത്ര മാസിനാണ്? 0.5 ഇൻറ്റു ടോട്ടൽ മാസ് എത്ര? 7 ആണ്. ഇൻറ്റു 7 ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന റിലേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 0.5ന് 0.01 മീറ്റേഴ്സ് ആണ് ഡിഫ്ലക്ഷൻ എങ്കിൽ ആ ടോട്ടൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ 0.01 ഡിവൈഡ് ബൈ 0.5 ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് പോയിന്റ് ഇൻറ്റു ടോട്ടൽ മാസ് ചെയ്താൽ മതി. നമുക്ക് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ കിട്ടും. ഇങ്ങനെ ഞാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ നമുക്ക് തരുകയും ചെയ്യും. എങ്ങനെ വേണമെങ്കിൽ വരാം. അപ്പോൾ എന്ത് വേണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കാം. അപ്പോൾ ഈ കേസിൽ ടൈം പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തേക്കുന്ന ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു എന്താണ്? ഫ്രീക്വൻസിയുടെ ഇൻവേഴ്സ് ആണ്. ഫൈൻ. അപ്പോൾ അത് ബേസ് ചെയ്ത് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. നിങ്ങൾക്ക് അതിന് പകരം എന്ത് ചെയ്യാം? നിങ്ങൾ ആദ്യമേ തന്നെ വേണ്ടി ഫ്രീക്വൻസി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് 1/2π ഇൻറ്റു റൂട്ട് k/m വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് മാസ് അറിയാമെങ്കിലും സ്റ്റിഫ്നെസ് നമുക്കറിയില്ല, മാസ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇക്വേഷൻ ഓർമ്മയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു? F is equal to 1/2π റൂട്ട് g/delta എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? ആ ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങ് യൂസ് ചെയ്താൽ മതി. ഡെൽറ്റയുടെ വാല്യൂ 0.14 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജിയുടെ വാല്യൂ 9.81 ആണ്. ഫസ്റ്റ് തന്നെ ഫ്രീക്വൻസി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവർ ചെയ്തേക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ k/mന് പകരം എന്താ? g/delta അല്ലേ? അപ്പോൾ m/k എന്തായിരിക്കും? delta/g ആയിരിക്കും. ആ ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്ത് പോകാം. ഇനി ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. കിട്ടുന്ന വാല്യൂ എന്താണോ ദാറ്റ് 1 ഡിവൈഡ് ബൈ കിട്ടുന്ന വാല്യൂ എന്താണെന്ന് ചെയ്താൽ മതി. നമുക്ക് ടൈം പീരീഡ് എന്താണെന്ന് കിട്ടും. അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക കേട്ടോ. ടൈം പീരീഡ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ടൈം പീരീഡ് നമുക്ക് സെക്കൻഡ്സിൽ കിട്ടുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് വെച്ചിട്ട് ടൈം പീരീഡ് കണ്ടുപിടിച്ചാലും മതി. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതിയിട്ട് അതിന് ജസ്റ്റ് ഇൻവേഴ്സ് ചെയ്ത് വയ്ക്കുക ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് ഇക്വേഷൻ ആയിക്കോളും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ മാസോ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്സോ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ഫ്രീക്വൻസിക്ക് ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻവേഴ്സ് ആയിട്ട് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. The next one, a mass supported by a spring has a static deflection of 0.5 mm. ഒരു സ്പ്രിങ്ങിനോട് അറ്റാച്ച് ചെയ്ത മാസ് ഉണ്ട്, അതിനുണ്ടായിരിക്കുന്ന സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ 0.5 mm ആണ്. 0.5 mm എന്ന് പറയുമ്പോൾ അത് എത്ര മീറ്റേഴ്സ് ആണെന്നുള്ള കാര്യം അപ്പം തന്നെ കൺവേർട്ട് ചെയ്ത് എഴുതാം. എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻³ - 3 മീറ്റേഴ്സ് ആണ്. ഡിറ്റർമിൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓക്സിലേഷൻ.
സോ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ എഫ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? സോ നമുക്ക് ഡെൽറ്റ മാത്രമേ അറിയുള്ളൂ, സ്റ്റിഫ്നെസ് അറിയില്ല, മാസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് ജി ബൈ ഡെൽറ്റ യൂസ് ചെയ്യുക. നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഒന്നെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹേർട്സിലായിട്ട് നിങ്ങൾ എഴുതിക്കോളാം കേട്ടോ. നെക്സ്റ്റ് വൺ, a weight of 50 Newton suspended from a spring vibrates with an amplitude of 8 centimeters and a frequency of 1 oscillation per second. സോ ഒരു സ്പ്രിങ്ങിന്റെ എൻഡിലായിട്ട് വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആ വൈബ്രേഷന്റെ കേസിലുള്ള ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ആണ്. ആ ഒരു വൈബ്രേഷന്റെ കേസിലുള്ള ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 1 ഓക്സിലേഷൻ പെർ സെക്കൻഡ് ആണ്. ഓക്സിലേഷൻ പെർ സെക്കൻഡ്. സോ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് കറക്റ്റ് ആണ് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് ഓക്കെ ആണ്. ദെൻ ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ എക്സ് ആണ്, അത് 8 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? അത് മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. ഇൻറ്റു 10⁻⁻² വരും. സെന്റിമീറ്ററിനല്ലേ മീറ്റർ ആക്കുന്നത്. ദെൻ വെയിറ്റ് ആണ്, വെയിറ്റ് കിലോ ന്യൂട്ടണിലാണ്, ഓക്കെ ന്യൂട്ടണിലാണ്. സോ ന്യൂട്ടണിലുള്ള വെയിറ്റിന് അപ്പം തന്നെ നമുക്ക് മാസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. മാസ് എപ്പോഴും സ്പ്രിങ്ങിന്റെ കേസിൽ ആവശ്യമുള്ളതല്ലേ? അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? വെയിറ്റ് ഓക്കെ ന്യൂട്ടണിലാണ്, മാസ് കണ്ടുപിടിക്കുക. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി വെയിറ്റ് ബൈ ജി ചെയ്താൽ മതി, 9.81 ചെയ്താൽ മതി. ദെൻ ആംപ്ലിറ്റ്യൂഡ് സെന്റിമീറ്റേഴ്സ് ആണ്, അത് മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്സിലേഷൻ പെർ സെക്കൻഡ് ഓക്കെ, ഫ്രീക്വൻസിയുടെ യൂണിറ്റും കറക്റ്റ് ആണ്. നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? Find the stiffness of the spring. First one, stiffness. അപ്പോൾ എഫ് അറിയാം, ഫ്രീക്വൻസി എഫ് അറിയാം, മാസ് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റിഫ്നെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സ്പ്രിങ്ങിന്റെ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ 1/2π√k/m ആണ് മെയിൻ ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ ഉള്ളിൽ എഫും എമ്മും നമുക്കറിയാം. കെ നമ്മൾ ആ ഇക്വേഷൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കണം. Then second one, maximum tension induced in the spring. അപ്പോൾ രണ്ട് ടേംസ് നമ്മൾ പഠിച്ചോളാം, രണ്ടും ഇക്വേഷൻസ് പഠിക്കാനുള്ളതാണ്. മാക്സിമം ടെൻഷൻ ഇൻ ദ സ്പ്രിങ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യാപിറ്റൽ എക്സ്, സ്റ്റിഫ്നെസ് ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് ആണ് ഇക്വേഷൻ പഠിക്കണം. പിന്നെ ഉള്ളത് മാക്സിമം വെലോസിറ്റി ആണ്. ആ ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റി ഉണ്ട്. സ്പ്രിങ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ബോഡി മൂവ് ചെയ്യുമല്ലോ. ആ ബോഡിയുടെ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു എക്സ് ആണ്. ഒമേഗ മീൻസ് ആംഗുലർ വെലോസിറ്റി, ക്യാപിറ്റൽ എക്സ് മീൻസ് ആംപ്ലിറ്റ്യൂഡ് മീറ്റേഴ്സ്. പിന്നെ ഉള്ളത് ആ ബോഡിയുടെ തന്നെ മാക്സിമം, ആ വെയിറ്റിന്റെ മാക്സിമം ആക്സിലറേഷൻ എന്താണെന്ന് ചോദിക്കാം. അതിന്റെ ഇക്വേഷൻ ഓർത്തിരുന്നോണം, ഒമേഗ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ എക്സ്. അപ്പം അങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ 3 ഇക്വേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യുകയാണ്. കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും ഇക്വേഷൻസ് നമുക്ക് ഉള്ളതാണ്. അതിനകത്തുള്ള ലാസ്റ്റ് 3 ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് പഠിച്ചിരുന്നാൽ മതി. സിമ്പിൾ ഹാർമോണിക് മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അത് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ അങ്ങനെ എത്ര കാര്യമാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യമേ തന്നെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റിഫ്നെസ് കിട്ടിയാലാണ് നമുക്ക് ടെൻഷൻ കിട്ടുള്ളൂ. ബിക്കോസ് സ്റ്റിഫ്നെസ് ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് ആണ് ടെൻഷൻ, മാക്സിമം ടെൻഷൻ. സോ ആദ്യമേ എന്ത് ചെയ്യുക? വെയിറ്റ് നമ്മൾ നോട്ട് ചെയ്തു, അത് റിലേറ്റ് ചെയ്ത് അപ്പം തന്നെ മാസ് കണ്ടുപിടിച്ചു, വെയിറ്റ് ബൈ 9.81. ദെൻ ആംപ്ലിറ്റ്യൂഡ് മീറ്റേഴ്സിലേക്ക് ആക്കി, ഫ്രീക്വൻസി എഴുതി. സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക? സാധാരണ പോലെ ഇക്വേഷൻ എഴുതി. ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് കെ എന്താന്ന് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് എഴുതുവാണെങ്കിൽ തെറ്റിപ്പോകുന്ന കുറച്ച് കുറയാതിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ കെയുടെ വാല്യൂ യൂണിറ്റ് ശ്രദ്ധിക്കുക, ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. ദെൻ മാക്സിമം ടെൻഷൻ ഇൻ ദ സ്പ്രിംഗ് ആണ്. അതിൻ്റെ ഇക്വേഷൻ കെ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, എന്ത് കെ നമുക്കറിയാം, ക്യാപിറ്റൽ എക്സ് മീറ്റേഴ്സിൽ 8 സെന്റിമീറ്റേഴ്സിനാണ് മീറ്റേഴ്സിലാക്കിയിട്ടുള്ള അറിയാം. സോ അത് ഒരു ഫോഴ്സ് ആണ്. സോ ന്യൂട്ടണിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ദ ലാസ്റ്റ് വൺ ഇസ് മാക്സിമം വെലോസിറ്റി ആണ്. മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിലുള്ള മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യേണ്ടത് ഒമേഗ ഇൻറ്റു എക്സ്. ഒമേഗ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π ഒമേഗ ആണ്. അപ്പം അതിന് ഇൻവേഴ്സ് അല്ലേ ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π ആണ്. സോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒമേഗ എന്താന്ന് അപ്പം തന്നെ നിങ്ങൾ ഓർത്ത് എഴുതിക്കോളണം. ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ്. സോ 2πf ഇൻറ്റു എക്സ് എന്ന് വരും. ജസ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് മാക്സിമം വെലോസിറ്റി. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. അതായത് ജസ്റ്റ് ഒരു സ്പ്രിംഗ് ഉണ്ട്, അതിനെ അറ്റാച്ച് ചെയ്ത് മാസ് ഉണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അതല്ലാതെ നമുക്ക് ഇത് ജസ്റ്റ് ഒരു സ്പ്രിങ്ങിന്റെ കാര്യമല്ലേ പറയുന്നുള്ളൂ. അതിന് പകരം ഒരു കുറേ സ്പ്രിങ്സ് ഒക്കെ പാരലായിട്ട് അല്ലെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിന് എൻഡിലൊക്കെ മാസ് നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെ നമുക്ക് പ്രോബ്ലം പ്രൊസീഡ് ചെയ്ത് പോവാം എന്നുള്ള കാര്യമാണ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവുന്നത്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ സ്പ്രിംഗ് മാസ് മോഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആ സ്പ്രിംഗ് മാസ് മോഡിൻ്റെ നോട്ട്സ് നോഡിലേക്ക് എഴുതണം. അത് കഴിഞ്ഞിട്ട് വേണം റിലേറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട്.